Good morning guys. Billion Brother Vlogs in a പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ മുംബൈയിലേക്ക് വന്നിറങ്ങിയ ദിവസം തന്നെ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, നമ്മുടെ മണക്കാട് പള്ളിയിലെ ചേച്ചി. അപ്പോൾ ആ ചേച്ചി തന്നെ, എടാ നീ ഇവിടെ തന്നെയാണോ വന്നിരിക്കണേ, ഞാനും ഇവിടെ തന്നെ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഈ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഉള്ള സമയത്ത് എനിക്ക് എന്ത് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലാസ് ഇല്ലാത്ത ഒരു ദിവസം, അതായത് ഞായറാഴ്ചയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ട്രിപ്പ് പോകാമെന്നൊക്കെ, ഒരു ദിവസം നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ ചേച്ചീനെ കാണാൻ വേണ്ടി പോവാണ്. ചേച്ചിയാണെങ്കിൽ, എടാ നീ ഇങ്ങ് വാട ഇറക്കാം, നമുക്ക് ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കാടാ, ഒരു ഫൺ ഫുൾ ഡേ നമുക്ക് ഫാമിലിയുടെ ഒപ്പം അടിച്ചു പൊളിക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനാണെങ്കിൽ ആ ചേച്ചീൻ്റെ കൂടെ ഒന്ന് ഒരു ഡേ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. മുംബൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാടാ, വാട നീ വാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോവാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ടാലോ? കാണാം. രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ അടിക്കാന്ന് ഓർത്ത് നമ്മുടെ ഈ ചേട്ടന്മാരാണ് ചായയൊക്കെ ഉണ്ടാക്കി തന്നെ. അപ്പോൾ ഇവിടുത്തെ ചായയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. കാര്യം പറഞ്ഞ 10 രൂപയുള്ളൂ. അടിപൊളി ചായയാണ് ഇവിടുത്തെ വരുന്നത്. സെറ്റാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്കൊരു ഓട്ടോ പിടിച്ചങ്ങ് പോയേക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ അവിടുത്തെ ന്യൂ ഹെവൻ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ചേച്ചീനെ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനിപ്പോൾ അവിടെ വന്നേക്കാടാ, നീ അവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടിലെത്തിച്ചേർന്ന എന്നെ കണ്ടപ്പോൾ നമ്മുടെ എമ ബേബിക്ക് ചെറിയ നാണമൊക്കെ വന്നു. അവൾ ഓടിച്ചാടി ബെഡിൻ്റെ അകത്തൊക്കെ ഒളിച്ചിരുന്ന് അവളിങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവളെ ഇച്ചിരിയൊക്കെ കളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പാക്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ട്രിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങി. അവൾ ഇച്ചിരി നാണമൊക്കെ കാണിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി ചാടി ഓടി വന്നു അവൾ. അങ്ങനെ ചേട്ടനോടും ചേച്ചിയോടും ഞാൻ ചോദിച്ചു, ഇത് നമ്മുടെ പ്ലാൻ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നമുക്ക് ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കിടുക്കാച്ചി കടയുണ്ട്, അവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് നമ്മൾ ആദ്യത്തെ ലൊക്കേഷനുകളായിട്ടുള്ള ന്യൂ താജ്, ഓൾഡ് താജ്, ഇന്ത്യ ഗേറ്റ്, ഇവിടെയുള്ള പ്ലാനിങ്ങൾ നമ്മൾ തുടങ്ങി. അതിനാദ്യമായിട്ട് തന്നെ നമ്മളൊരു യൂബർ മാമനെ വിളിച്ചു. യൂബർ മാമനാണെങ്കിൽ കറക്റ്റ് സമയത്ത് വരികയും അങ്ങനെ ആ യൂബറിൽ കയറിയിരുന്ന് നമ്മൾ യാത്ര അങ്ങ് തുടർന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള മിക്ക യൂബർ വണ്ടികളും CNG ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ CNG നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം. ബിക്കോസ് അതിൻ്റെ പ്രഷർ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തിരി ഡിസ്കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് നമ്മളെല്ലാവരും പുറത്ത് നിന്ന് ഇത് കാണുകയാണ് ചെയ്തത്. അങ്ങനെ റീഫില്ലിംഗ് ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ എത്തിയത് നമ്മുടെ കൊളാബ സ്ട്രീറ്റിലെ ഫോർട്ട് ഏരിയ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഫോർട്ട് ഏരിയ എന്ന പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ ഇവിടുത്തെ സ്കൾപ്ചേഴ്സും വാൾ ഡിസൈൻസും എല്ലാം ഏൻഷ്യൻ്റ് കാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. കാരണം അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടും നല്ല ഭംഗിയായിട്ട് ഇത് കാണാനും. അങ്ങനെ നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ യൂബറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ ന്യൂ താജും ഓൾഡ് താജും ഉള്ളത്. നമുക്കിപ്പോൾ കാണാം. അങ്ങനെ നമ്മളിവിടെ കയറുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും അകത്ത് കയറ്റുന്നത്. ഗൈസ്, ഇന്ത്യ ഗേറ്റ് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിക്കുക. പക്ഷേ ഇത് രാവിലത്തെ കാഴ്ച കേട്ടോ. രാത്രിയിലത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് നല്ല സെറ്റായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ഓൾഡ് താജും ന്യൂ താജുമാണ്. ഓൾഡ് താജിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2008 നവംബർ 26 അവിടെ അപകടവും സ്ഫോടനവും ഒക്കെ നടന്നത്. ഏകദേശം 175ഓളം ആൾക്കാരാണ് അപകടത്തിൽ മരിച്ചതും 300-ലേറെ ആൾക്കാർക്ക് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണത്.
തമാശയ്ക്കാണെങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞു തിരിച്ച ഒരു കാര്യമുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ താജ് ഹോട്ടലിൽ ഒരു ദിവസത്തെ ഒരു സ്റ്റേ. പക്ഷേ താജ് ഹോട്ടലിൽ ഒരു ദിവസത്തെ സ്റ്റേ കണ്ടപ്പോൾ കണ്ണടിച്ചു പോയി. കാരണം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 18,000 രൂപയ്ക്കാണ്. 18,000 രൂപ പോയാലും വേണ്ടില്ല അവിടെ എന്നതാണ് നടക്കുന്നതെന്നുള്ളത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പറഞ്ഞു ചിരിക്കുകയുണ്ടായി. ഈ തമാശ ഭാവിയിൽ സത്യമാവട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നടക്കുകയാണ് ചെയ്തത്. നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ബൗണ്ടറീസ് ആണല്ലോ, ബൗണ്ടറീസിനപ്പുറത്ത് കുറേ അധികം ബോട്ടുകളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടുകളൊക്കെ നമ്മുടെ എലിഫൻ്റ കേവ്സിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രൈവറ്റ് ബോട്ട്സ് ഒക്കെയാണ്. എലിഫൻ്റ കേവ്സ് എന്ന് പറയുമ്പോൾ അവിടെ കുറേ അധികം ഏൻഷ്യൻ്റ് കാലങ്ങളിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുവാണെങ്കിൽ ഇപ്പോൾ പുതിയ ഡബിൾ ഡെക്കറാണ് ഇലക്ട്രിക്. പഴയത് ഇവർ സ്റ്റോപ്പ് ചെയ്തു, പുതിയത് കാണാൻ രസമുണ്ടല്ലേ. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു രാത്രി 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത പോലെ ആയിരിക്കും ആൾക്കാരും കാര്യങ്ങളൊക്കെ. മെട്രോയിലാണെങ്കിലും അതുപോലെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ തിരക്കായിരിക്കും. കൊളാബ സ്ട്രീറ്റിലൊന്നും പോയി നിൽക്കാൻ പോലും പറ്റത്തില്ല. ഏടി കള്ളി, നീ പപ്പേനെ മമ്മീനെ നടത്തിക്കുകയല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ കൊളാബ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്ന തിരക്കൊന്നും ഒന്നുമല്ല. രാത്രി 6 മണി 7 മണി കഴിഞ്ഞാൽ ഇവിടെയുള്ള തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഇവിടെയാണോ എന്ന് നിങ്ങൾക്ക് അന്നേരം തോന്നിപ്പോവും. ഇതിപ്പോൾ ഇവിടെയുള്ളത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലേഡീസ് കളക്ഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് കുറേ അധികം ഷൂവിൻ്റെ കടകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും കാണാൻ വേണ്ടി പറ്റും. അതല്ലാതെ ഇവിടെ ഏറ്റവും കൂടുതൽ ലേഡീസിൻ്റെ കളക്ഷനാണ്. ലേഡീസുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനങ്ങളും നല്ല ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന്. കാരണം പലതരം ഫാൻസികളിലും വെറൈറ്റികളിലുമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത്രയും കടകളൊക്കെ കണ്ടപ്പോൾ ഞാൻ മമ്മിക്ക് ഒരെണ്ണം മേടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ ചേച്ചിയാണെങ്കിൽ നമ്മുടെ മമ്മിക്ക് വേണ്ടി ഒന്ന് സെലക്ട് ചെയ്യുവാണ് ഈ സാധനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ചേട്ടൻ എംബ്രോയിഡറിയുടെ ഒക്കെ പറയുമായിരുന്നു. ലൈക്ക് ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ ആദ്യമേ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അവർ നമ്മളെ നോക്കിച്ച് അവസാനം അവർ നമ്മളെ കൊണ്ട് ഒരെണ്ണം മേടിപ്പിച്ച്. അതാണ് ഇവിടുത്തെ വേറൊരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ കുറച്ച് മേടിക്കാൻ വേണ്ടി പറ്റും. ബാർഗെയിൻ ചെയ്യാൻ അറിയത്തില്ല, അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലെടുപ്പ് സജീവം നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ അവർ നമ്മൾ മുതലെടുക്കും. അപ്പോൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കുന്നവൻ നല്ല അടിപൊളി സാധനങ്ങൾ നല്ല വില കുറച്ച് മേടിച്ചുകൊണ്ട് പോകാനുള്ള ഒരിതുണ്ടാവും. അപ്പോൾ മാക്സിമം ഇവിടുത്തെ ഉള്ള കടകളിൽ അവരെത്ര പറഞ്ഞാലും എന്തായാലും കുറയ്ക്കും. കാരണം അവർ കൂട്ടിയിട്ടാണ് പറയത്തുള്ളൂ. അപ്പോൾ കുറയ്ക്കുന്ന രീതിയിൽ ഒരു 800 എന്ന് പറഞ്ഞാൽ 500 അങ്ങ് പിടിച്ചങ്ങ് തുടങ്ങി. അപ്പോൾ ഒരു 650 നിർത്താം. ലിയോപോൾഡ് എന്ന് പറഞ്ഞ കഫയാണ് 1870s സ്റ്റാർട്ട് ചെയ്ത കഫയാണ്. ഒത്തിരി പഴയതാണ്, പാഴ്സി കഫയാണ്. അപ്പോൾ അന്ന് മുംബൈ 11 മറ്റേ മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ഇവിടെ വെടിവെപ്പൊക്കെ ഉണ്ടായത്. അതിൻ്റെ ബുള്ളറ്റ് മാർക്സ് അപ്പോൾ കണ്ടത്. പഴയ കഫയാണ്. മേളിലൊക്കെ സീറ്റിംഗ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു പാൻ കട പരിചയപ്പെട്ടു. ഈ പാൻ കടയിൽ ഇവർ ഫയറൊക്കെ വെച്ചിട്ട് കുറേയധികം ചേരുവകളൊക്കെ ഇട്ടിട്ട് ഫയറൊക്കെ ഇട്ടിട്ട് നമ്മുടെ വായിലേക്ക് വെച്ച് തരുന്ന ഒരു സാധനമുണ്ട്. അത് നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ അതിനൊന്ന് എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ.
ഈ ഒരു പാൻ കഴിക്കുമ്പോൾ നമ്മുടെ വായിനുള്ളിൽ തീ പിടിക്കുകയോ പൊള്ളുവോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ഇതിന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ബിക്കോസ് നമ്മൾ ഈ ഓക്സിജൻ പാർട്ടിനെ, ഫയർ ട്രയാങ്കിളിൽ ഓക്സിജൻ പാർട്ടിനെ നമ്മൾ അങ്ങ് കട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫയർ അവിടെ ഇല്ലാതായി. അപ്പോൾ ഇതിൽ വേറെ ഒരു സീനുള്ള കേസല്ല, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ട്രൈ ചെയ്ത വേറൊരു സാധനമാണ് മീട്ടാ പാൻ എന്ന് പറഞ്ഞ സാധനം. ഇതും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ.